ഞാനിപ്പോൾ കാർവാർ റെയിൽവേ സ്റ്റേഷനിലാണ് ഉള്ളത്. ഈ ട്രെയിൻ കാർവാറിൽ നിന്നും മഡ്ഗാവിലേക്കുള്ള സ്പെഷ്യൽ ഫെയർ എക്സ്പ്രസ് ട്രെയിനാണ്. ഈ ട്രെയിനിൽ കാനാക്കോണയ്ക്ക് പോകാനാണ് എൻ്റെ ഉദ്ദേശം. അവിടെയാണ് പാലോളിയം ബീച്ച് ഉള്ളത്. ഞങ്ങളുടെ ട്രെയിൻ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. പ്രശാന്തസുന്ദരമായ പ്രദേശങ്ങളിലൂടെ, നല്ല പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളിലൂടെയുള്ള യാത്രയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ നിൽക്കുന്നത് തന്നെ കാട്ടിന് നടുക്കാണെന്ന് എനിക്ക് തോന്നുന്നു. അടുത്തടുത്തൊന്നും വീടുകളൊന്നും കണ്ടതില്ല. ആ അങ്ങേ അറ്റത്തൊക്കെ കാണുന്ന ആ മലനിരകൾ പശ്ചിമഘട്ട മലനിരകളാണ്. വെള്ളവും പച്ചപ്പും എല്ലാം നിറഞ്ഞ പ്രദേശത്തൂടെയുള്ള ഒരു യാത്രയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കാളി നദി. ഈ കാളി നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അസനോട്ടി എന്നുള്ള പ്രദേശത്തെയും കാർവാറിനെയും ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണിത്, റെയിൽവേ പാലം. ഇതിന് 1.69 കിലോമീറ്റർ നീളമുണ്ട്. ഈ പാലം കടന്നു വേണം ഗോവ ഭാഗത്തേക്ക് പോകാനായിട്ട്. അസനോട്ടി എന്ന് പറയുന്ന സ്ഥലം കർണാടകത്തിൽ തന്നെയാണ്. അസനോട്ടി കഴിഞ്ഞ് ലോലിയം എന്നൊരു സ്ഥലമുണ്ട്. ആ ലോലിയം എത്തപ്പോഴാണ് നമ്മൾ ഗോവയിലേക്ക് കടക്കുന്നത്. അപ്പോൾ ഗോവയിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ആണ് ലോലിയം റെയിൽവേ സ്റ്റേഷൻ, അതായത് കർണാടക ഭാഗത്ത് നിന്ന് വരുമ്പോൾ. ഏകദേശം കാളി നദി കടന്നു കഴിഞ്ഞു, വീണ്ടും പച്ചപ്പിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ കനാക്കോണ റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചേർന്നു. അതൊരു കൊച്ചു റെയിൽവേ സ്റ്റേഷനാണ് കനാക്കോണ റെയിൽവേ സ്റ്റേഷൻ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഇവിടെ ഇറങ്ങാനുള്ളൂ. ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങളുടെ ഉദ്ദേശം പാലോളിയം ബീച്ചാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഈ പാലോളിയം ബീച്ച് കനാക്കോണ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറിയിട്ടാണ്. നമുക്കിവിടെ നിന്ന് നടന്ന് വേണമെങ്കിൽ പോകാം. ഇപ്പോൾ കനാക്കോണ റെയിൽവേ സ്റ്റേഷനിൽ ഫോട്ടോ സെഷൻസാണ്. ഇവിടെ നിങ്ങൾ കുറേ ഫോട്ടോസ് എടുത്ത്, ആ പേരിന് തന്നെ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ല സന്തോഷവാന്മാരാണ്. കാരണം കുറേ വീഡിയോ ഒക്കെ എടുത്ത് അയക്കാമല്ലോ കൂട്ടുകാർക്കൊക്കെ. അപ്പോൾ ഇവിടെ 2 ട്രാക്കുള്ള റെയിൽവേ സ്റ്റേഷനാണ്, ഒരു പ്ലാറ്റ്ഫോമുമാണ് ഉള്ളത്. ഇതൊരു ക്രോസിംഗ് സ്റ്റേഷൻ കൂടിയാണ്. ഞങ്ങൾ വന്ന ട്രെയിൻ പോയി കഴിഞ്ഞു. ഞങ്ങൾ പുറത്തോട്ടിറങ്ങാൻ പോവുകയാണ്. ഞങ്ങളങ്ങനെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി. റെയിൽവേ സ്റ്റേഷൻ ഒരു നില പൊക്കത്തിലാണ് എൻ്റെ പ്ലാറ്റ്ഫോമൊക്കെ നിൽക്കുന്നത്. വളരെ താഴോട്ട് ഇറങ്ങി വരണം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതിൻ്റെ മുമ്പിൽ ടാക്സി കിടപ്പുണ്ട്. ആ ടാക്സിക്കാരൻ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ 5 പേരെയും കൊണ്ട് പാലോളിയം ബീച്ചിലെത്തിക്കാം, അയാൾക്കൊരു 200 രൂപ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് സമ്മതിച്ചു. അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വെളിയിലിറങ്ങിയെന്ന്, കനാക്കോണ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലിറങ്ങിയെന്ന്. അപ്പം ഞങ്ങൾ പാലോളിയം ബീച്ചിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇപ്പോൾ നല്ല മഴ പെയ്യുന്നത് കൊണ്ട്, നല്ല മഴക്കാലമായതുകൊണ്ട്, മൺസൂൺ സമയമായതുകൊണ്ട് സന്ദർശകർ വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. എന്നാലും സന്ദർശിക്കുന്ന ആളുകൾ ഉണ്ട്, ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പാലോളിയം ബീച്ചിന് ഒരു ആർച്ചുണ്ട്. ആർച്ച് കടന്ന് നമുക്ക് ബീച്ചിലോട്ട് തീരത്തോട്ട് കിടക്കാം. അപ്പോൾ ഞങ്ങൾ തീരത്തിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ തീരമൊന്നും ഇപ്പോൾ ഇല്ല, അതായത് വെള്ളം കയറി കിടക്കുകയാണ്, തിര അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ശക്തമായ തിരയുണ്ട്. ഇവിടുത്തെ കുടുംബശ്രീ പ്രവർത്തകരാണോ അല്ലെങ്കിൽ നമ്മളെ ഈ പ്ലാസ്റ്റിക്കൊക്കെ ശേഖരിക്കാൻ വരുന്ന വനിതകളുണ്ടല്ലോ, അവരാണ് ഇവിടെ ഉള്ളത്. അവരവിടെ പ്ലാസ്റ്റിക്കൊക്കെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേ അറ്റത്ത് 2 മലകൾ കാണുന്നുണ്ട്. ഈ തീരം വെള്ള മണലുകൾ നിറഞ്ഞ തീരമെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം ആ തീരമൊന്നും കാണാൻ പറ്റാത്തതുകൊണ്ട് വെള്ള മണലൊന്നും കാണുന്നില്ല. ഇതിനൊരു ചന്ദ്രക്കലയുടെ ആകൃതിയാണ് ഈ ബീച്ചിന് ഉള്ളത്. അപ്പം ഇതൊക്കെ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ആ ആകൃതിയൊന്നും നമുക്കിപ്പോൾ കാണാൻ കഴിയില്ല. ഇതിപ്പം ഞങ്ങൾ ഡെയിലി ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വന്നു എന്നേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ ഉദ്ദേശം ഉണ്ടായിരുന്നത്. ആ കാണുന്ന 2 മലയുടെ ഇടയ്ക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അതിലേക്കൂടെ നമുക്ക് നടന്നു പോകാം. വെള്ളമില്ലാത്ത സമയത്ത് ഇപ്പുറത്തെ മലയിലോട്ട് നടന്നു പോകാം. അവിടെയാണ് ഷാർക്ക് റോക്ക് പോയിൻ്റ് എന്നുള്ള ഒരു പോയിൻ്റ് ഉള്ളത്. അവിടെ നമുക്ക് സന്ദർശിക്കാമായിരുന്നു, ഇപ്പോൾ അത് പറ്റില്ല. അതിൻ്റെ അപ്പുറത്തൊരു ബാലൻസിങ് റോക്ക് പോയിൻ്റ് ഉണ്ട്. അതും ഇപ്പോൾ സന്ദർശിക്കാനായിട്ട് കഴിയില്ല, അത്രയ്ക്ക് മഴയാണുള്ളത്. അപ്പോൾ ഏകദേശം ഞങ്ങൾ പാലോളിയം ബീച്ചിൻ്റെ സന്ദർശനമൊക്കെ കഴിഞ്ഞു. ഇനി ഞങ്ങൾ തിരിച്ച് കാർവാറിലേക്ക് പോകുകയാണ്. കാർവാറിലാണ് ബാക്കിയുള്ള കാഴ്ചകൾ കാണാനുള്ളത്. കാർവാർ ബീച്ചും അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ കാണാനുണ്ട്.